ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഇപ്പം 1.5 മാസമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. സാലറി കിട്ടി ഇന്നലെയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയ ദിവസം. അപ്പം അതിൻ്റെ ചെറിയൊരു ട്രീറ്റായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. നീനും ലീവാണ്, നീനും ഇവിടെ ഉണ്ട്. നീനിന് ഒരാഴ്ച ലീവാണ്. നീന് ഇന്ന് മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ ലീവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വരാം. ഗൈസ്, മീൻ മറക്കുന്ന മണമുണ്ട് ഗൈസ്. ഇവിടെ മലയാളികളുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ലൈസൻസ് എടുക്കുന്ന ഒരു പരിപാടിയിലാണ് ഞാനിപ്പോൾ. അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ റാത്ത് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ക്ലിയറൻസ് എടുക്കണം. അതിനുള്ള പരിപാടിയിൽ പോവുകയാണിപ്പം. കുറച്ച് പേപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കാനുണ്ട് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ നാട്ടിലത്തെ ലൈസൻസ് ഇവിടെ നിന്ന് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. അതിനുവേണ്ടി കൊടുത്തു. അത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ADES എന്ന് പറഞ്ഞ ഒരു ഓഫീസുണ്ട്. അവിടെ പോയി മിനിങ്ങാന്ന് ഞാനത് കൊടുത്തു. അതിന് 55 യൂറോയാണ് വരുന്നത്. ഇനി ക്ലിയറൻസിന് ഇവിടെ റാത്ത് ഹൗസിലാണ് പോകേണ്ടത്. അപ്പോൾ റാത്ത് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, നീനും ഉണ്ട്. ഇവിടെ ലൈസൻസ് എടുക്കാൻ നല്ല പൈസയാണ് ഗൈസ്. ഒരു 2600 യൂറോ ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞത് പറയുന്നത്. നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാട്ടിലത്തെ പോലെ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വേണം. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അത് കൂടണം. പിന്നെ ഈ പറഞ്ഞ 2 സാധനവും, അതായത് ട്രാൻസ്ലേഷനും റാത്ത് ഹൗസിൽ പോയിട്ട് ക്ലിയറൻസും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കണം. എന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. ഇവിടെ എത്ര രൂപയാവും അറിയത്തില്ല. 20 യൂറോ താഴെയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചേക്കുന്നത്. പിന്നെ ഗ്ലാസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അല്ലാണ്ട് രക്ഷയില്ല, അത്രയ്ക്കും നല്ല വെയിലാണ്, പൊള്ളുന്ന വെയിലാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നമ്മുടെ ലൈസൻസും, പിന്നെ ഇപ്പം ഇവിടുന്ന് ക്ലിയറൻസും, പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റും, ഫസ്റ്റ് എയ്ഡും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെഡിയാക്കിയിട്ട് ചെല്ലേണ്ടത്. ഇതാണ് ഇവിടുത്തെ റാത്ത് ഹൗസ്. നമ്മൾ ഇപ്പം പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും എന്തോ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിറ്റിയിലാണോ വരുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞ പാടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ നമ്മുടെ പാസ്പോർട്ടും കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. അപ്പം അവർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. 13 യൂറോയാണ് ആയത്. അത് ഡയറക്റ്റ് ഇവിടുത്തെ നമ്മുടെ RTO ഓഫീസ്, നാട്ടിലത്തെ RTO ഓഫീസ് പോലെ ആ ഒരു ഓഫീസിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അയക്കുക ചെയ്യാം. 1-1.5 ടൈം പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സൂഡിയ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാരും ബഹളവും ഒക്കെ ആയിരുന്നു. ഗൈസ്, ഞങ്ങളങ്ങനെ നായിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിന് എന്നാണ് പറയുന്നത്. മക്ഡൊണാൾഡ്സിലെത്തി. ഞങ്ങളൊരു 4 ചിക്കൻ ബർഗർ പറഞ്ഞു, 2 കോള, പിന്നെ പോമസ്. അപ്പോൾ കഴിക്കാം. ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനും മയവും ഒക്കെ കൂട്ടി ബർഗർ കഴിക്കുകയാണ്. ഞങ്ങളല്ല, ഇതിന് സ്റ്റീഫൻ ചേട്ടൻ്റെ കൊച്ച് കുഞ്ഞുമണിയാണ് ഇതിന് എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഞങ്ങളും ഞാൻ കഴിക്കാൻ പോകുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലും ടേസ്റ്റാണ്. ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും എപ്പോഴും ഒരേ മെനു തന്നെയാണ് പറയൽ. മക്സ്മാർട്ട് മെനു ഉണ്ട് ഇവിടെ. മക്സ്മാർട്ട് മെനുവിൽ 2 ബർഗർ, പിന്നെ ഒരു പോമസ്, ഒരു കോള, ഇത്രയും സാധനം കിട്ടും. നല്ലവണ്ണം വയറ് നിറയും. അതിന് 5 യൂറോയാണ് വരുന്നത്. 5.99 യൂറോയാണ് വരുന്നത്. ഞങ്ങൾ 2 എണ്ണം മേടിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വയറ് നിറഞ്ഞ് കഴിക്കാനുണ്ടാവും. 2 ബർഗറും കഴിക്കാം, പിന്നെ പോമസും ഉണ്ട്. കോളയും കൂടി കഴിക്കുമ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഫുഡായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതോ ഒരു സംഘടനയുടെ ഒരു ജാഥ പോകുന്ന കണ്ടു. ജൈവിളിയും ബഹളം ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. എന്തോ സ്ട്രൈക്കാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. പോലീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിന് കയറി. ഒരു സ്ഥലം വരെ കൂടി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബസ്സിന് കയറുമ്പോഴാണ് കുറച്ച് തണുപ്പ് കിട്ടുന്നത്. നേരത്തെ
ബസ്സിന് കയറുമ്പോൾ ആണ് കുറച്ച് ചൂട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ തിരിച്ചായി. കാരണം പുറത്തിപ്പം നല്ല ചൂടായി തുടങ്ങി. ബസ്സിൽ കയറുമ്പം AC ഇട്ടിട്ടുണ്ടാവും. നേരത്തെ ബസ്സിനുള്ളിൽ കയറുമ്പോഴായിരുന്നു ഹീറ്റർ ഉള്ളതുകൊണ്ട് ചെറിയ ചൂട് കിട്ടുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് ബസ്സിനുള്ളിൽ കയറുമ്പം തണുപ്പ് കിട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതിന് ഷിഫാർട്ട് മ്യൂസിയം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെൻസ്ബുർഗ് സ്യൂഡേ മാർക്കറ്റിൽ നിന്ന് ഡെൻമാർക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണിത്. ഒത്തിരി കപ്പലും ബോട്ടും ഒക്കെയുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ വെയിലൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഒത്തിരി ആൾക്കാർ നടക്കാനും ഓടാനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.